ഗേസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നലെ ഇവിടെ ചീനക്കൊക്കെ നനച്ചു കൊടുക്കാൻ ഓസില്ല, അങ്ങനെ കുറച്ച് ഓസ് വാങ്ങി. ഒരു 15 മീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. നടന്ന് നോക്കണം 15 ഉണ്ടാകും. 15 മീറ്ററിൻ്റെ പൈസ നമ്മൾ കൊടുത്തു. മീറ്റർ 50 രൂപ വെച്ച് കിട്ടിയാണ്, ലാഭമാണ്. ബാക്കി എല്ലായിടത്തും 70, 80, 90 നമ്മൾ അഗ്രികൾച്ചറിൻ്റെ വളമൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അഗ്രികൾച്ചറിന് നല്ല ഓസാണ്, ഫ്ലെക്സിബിളാണ്. അപ്പോൾ അളക്കാനുള്ള പരിപാടിയാണ്. കട്ടി അതൊന്നും പോരാ, അത് പോരാ. വലിയ വലിയ നോക്ക്, ഞാൻ കൂടെ വരാം. ഞാൻ ഓസ് ഒന്ന് നേരെ ആക്കില്ല, ഇത് എത്തത്തില്ല. അല്ല, അവനെ വിളിക്കണം, ആ പ്ലംബറിനെ വിളിച്ചിട്ട് അവനെ കൊണ്ട് കണക്ട് ചെയ്യും. അല്ല, ഇത് വിട്ടു പോകും. ആ 8 കല്ല് എടുക്കാൻ മതി. അവൻ്റെ അത് കുഴപ്പമില്ല. ഇപ്പം പറയാം, ഒന്ന് വലിച്ചൊന്ന് നേരാക്കി ആ ഉടക്ക് മാറ്റി. വാ, ആടി
നനക്കുന്ന പരിപാടിയാണ്, മഴയാണ്. ഇതൊക്കെ ഉഷാറായിട്ട് വലുതായിട്ടുണ്ട്. മതിയല്ലേ? മതിയെന്ന് ഒത്തിരി ആയി. ഇനി അത് എല്ലാം കൂടെ താഴെ പോകും. കുറേ നേരമായിരിക്കും. ഗൈസ്, അങ്ങനെ ചീരയൊക്കെ പൊങ്ങി വരുന്നു. നമ്മുടെ സുന്ദരി ചീര ഇഷ്ടം പോലെ ഉണ്ട്. സുന്ദരി ചീരയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഉണ്ടോ? ഒക്കെ സുന്ദരി ചീരകളാണ്. സുന്ദരി ചീരകളൊക്കെ പൊങ്ങി വരുന്നുണ്ട്. പച്ചച്ചീര പൊട്ടിക്കിളുത്തില്ല. വാത്താങ്കര ചീര. വൈകിട്ട് വന്ന സ്ഥലം ഒരുക്കണം. എന്നിട്ട് ആ കൊച്ചപ്പം പോകുന്നെന്നും പറഞ്ഞു. എവിടെ? അതൊക്കെ മതി. അത് പിടിച്ച അത് തണലത്തോട്ട് പോയി പിടി പിടി. അങ്ങനെ ഓസ് ഒരെണ്ണം വാങ്ങിച്ചു. 15 മീറ്റർ ഓസ് വാങ്ങിച്ച്. അത് ഏകദേശം കാണുന്നില്ല എട്ടത്തായതുകൊണ്ട്. കാണുന്ന ഉള്ളത് പോലെ മതി. 15 മീറ്റർ ഓസ് വാങ്ങിച്ച് 15 മീറ്റർ ഓസ് വാങ്ങിച്ച് അത് കണക്ട് ചെയ്ത് തികയാഞ്ഞിട്ട് ഇവിടെ കിടന്ന വലിയൊരു ഓസ് കൂടെ തികയാനായിട്ട് വലിയൊരു ഓസ് കൂടെ കണക്ട് ചെയ്ത് ശരിയായിട്ടില്ല. നന്നായിട്ട് കണക്ട് ചെയ്ത് ഒരു വലിയ ഓസ് കൂടെ കണക്ട് ചെയ്ത് പിന്നെ അതിൻ്റെ ചേർന്ന് ചെറുതോടെ കണക്ട് ചെയ്ത് ഓസ് റെഡിയായി. പിന്നെ ഊരിയെടുത്ത് കയറ്റണമല്ലോ. കട്ട് ചെയ്യുക. കുറച്ച് തോരന് വേണ്ടി പയർ പറിക്കാൻ പോകും. കുറച്ച് പയറുണ്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞാനും വൈഫും 3 പേരേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പയർ പറിക്കാമെന്ന് വെച്ചു. പറിച്ചു. അവിടുന്ന് പറിച്ചില്ലേ? അവിടുന്ന് പറിച്ചു. അല്ല, അവിടുന്ന് ഓരോന്നോരം നിൽക്കുന്നില്ല പറിച്ചു. പയർ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ആ വിത്തിൻ്റെ കൂടെ പറിച്ചു. വിത്തിനുള്ള പയറിട്ടിരിക്കും. ആ പുതിയ 1 ഏക്കറിൽ നടാനാണ്. ഇഷ്ടം പോലെ ആയി. 1 മീറ്റർ നെറ്റ് 1 കിലോ നെറ്റ് വാങ്ങിച്ച് അടിച്ച് ചുറ്റോട് വെച്ച് ഇത് തന്നെ നടും. പയറാണ് തണ്ടാണ്. ഏത്? പയറാണ്. അത് പയർ ചുരുണ്ടിരിക്കുക. ഒടിഞ്ഞു പോയി. ഒരു രസം കൂടെ ഉണ്ട്. കൈ മേലോട്ട് പിടിച്ചിട്ട് പറയും. എത്തുന്നില്ല. അതല്ലേ നമുക്ക് മതിയാവോ?
കാണാനാണ്. ഇതെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് കാണാനാണ്. ഇത് പറിക്കണോ? അത് വേണേ പറിച്ചോ, ഇല്ലെങ്കിൽ വേണ്ട. അതെ, ഇച്ചിരി കുരു ഇതായിരിക്കും. തീർന്നു. കാണിച്ച് അതുകൊണ്ട് വേണ്ട. ഒരു വിത്തും ഒരു പയർ വിത്തിനും നമുക്കിത് മതി അല്ലേ? നമുക്കൊരു തോരന് ഇത് മതി. താഴെ പോയി താഴെ പോയി. അതൊക്കെ ഇത്രയുണ്ട്. ഇത് കൂടുതലും കിട്ടിയ പുതിയത് നട്ടായിരുന്ന നമ്മൾ ഗ്രോ ബാഗിൽ നട്ടായിരുന്നു. മാറ് ഗ്രോ ബാഗിൽ നട്ടായിരുന്നു. കണ്ട ഇവിടെ 3 യോട്, ഈ ഗ്രോ ബാഗിൽ 3 യോട്. ഗ്രോ ബാഗ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് 3 യോട് വെച്ച് നട്ടത്. ഈ ഗ്രോ ബാഗിൽ 3 യോട്, ഈ ഗ്രോ ബാഗിൽ 3 യോട്, അങ്ങനെ ഗ്രോ ബാഗിൽ 3 യോട് വെച്ച് നട്ടായിരുന്നു. അപ്പോൾ അതാണ് കിട്ടിയത്. പോലെ കാന്താരി നിൽക്കുന്നുണ്ട്, അടിപൊളി കാന്താരി. നമ്മുടെ വിത്ത് തന്നെയായിരുന്നു ഈ കാന്താരി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ 1 ഏക്കർ സ്ഥലത്ത് പോയി ഒരു ചീര വാങ്ങിയതൊക്കെ നനച്ചു കൊടുത്തു, പുതിയ ഓസ് വാങ്ങിച്ചു, ഒക്കെ സെറ്റ് ചെയ്തു. ഓസ് ഒന്നുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്, വിട്ടുപോകുന്നുണ്ട്. അത് വല്ല പ്ലംബറിനെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എൻ്റെ ഈ കൈ വയ്യാത്തതുകൊണ്ട് എനിക്ക് ബലം വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വീട്ടിൽ വന്ന് വീട്ടിലെല്ലാം നനച്ചു കൊടുത്തു, തോരനും പിടിച്ചു. അപ്പോൾ ഇത്രയും കൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മെയിനായിട്ട് പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ കാണുന്നവർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബൈ.